KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായെന്നാണ് കണക്കാക്കുന്നത്. അത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ? അല്ല, 10 വർഷം അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യും. അത് സ്വാഭാവികമാണ്. ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിലയിരുത്തലും നിലപാട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് പ്രാദേശിക വികസന വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവവും അവരുടെ മികവും ചർച്ച ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രീകൃതമായൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരുന്നില്ല. പിന്നെ നമുക്കിപ്പോൾ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ മുന്നണികളുടെ ഈ കൂട്ടിക്കിഴിക്കലുകളിലൊക്കെ വലിയ വ്യത്യാസം ഇല്ലാത്തൊരു സ്ഥിതിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ട് അതുണ്ടാകുന്നൊരു കാര്യമാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തിരിച്ചടിയായിട്ട് ഉണ്ടാവും. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല. ശബരിമല ജനങ്ങളെ സ്വാധീനിച്ച ഒരു ഘടകമായി വേണം ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തേണ്ടത്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ വല്ലാതെ സർക്കാരിൽ നിന്ന് അകന്നു എന്നാണ് ഒരു വിശകലനമായിട്ട് വരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷം സ്വീകരിച്ച ഒരു നയമാറ്റം അത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ അകലാൻ ഒരു കാരണമായിട്ടുണ്ടോ? അല്ല, പല ഘട്ടങ്ങളിലും ഈ കേന്ദ്ര ഭരണവും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വവുമായി ഒരു സമരസപ്പെടുന്ന ഒരു പ്രതീതി അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. ഈ PM ശ്രീ പോലെയുള്ള പദ്ധതികളിൽ ഉണ്ടായ വിവാദങ്ങളും ചർച്ചയും, അതുപോലെ തന്നെ ഈ ശബരിമലയിൽ തന്നെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും, അപ്പോൾ ഒരു മൃദു ഹിന്ദുത്വത്തിൻ്റെ സമീപനം അത് മൈനോറിറ്റി വോട്ടേഴ്സിനെ സംബന്ധിച്ചൊരു ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് എന്ന് വേണം വിലയിരുത്താൻ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ഈ മൈനോറിറ്റിയുടെ ഭാഗത്തുള്ള ആശങ്ക അതൊക്കെ ഉണ്ടെന്ന് വേണം വിലയിരുത്താൻ. ഈഴവ വോട്ടുകൾ ഇടതുപക്ഷത്തു നിന്ന് ഒരുപാട് അകന്നു പോയതായിട്ടുള്ളൊരു വിലയിരുത്തലുണ്ടോ? പൊതുവിൽ ഈഴവ വോട്ട് എന്നുള്ള നിലയിലല്ല, പൊതുവിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ശബരിമല പോലെയുള്ള അതുപോലെ തന്നെ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ പോലെയുള്ള കാര്യങ്ങൾ പൊതുവിൽ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എന്തായിരിക്കും അപ്പോൾ നിലപാട്? ഇടതുപക്ഷ അനുകൂല നിലപാടായിരിക്കുമോ? ഇല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KPMSനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടുണ്ടാവും. അത് സാമൂഹിക നീതി ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, ഇപ്പം ഞങ്ങൾ ഒരു സാമൂഹിക നീതിയുടെ ഒരു ടൂളായിട്ട് കരുതുന്നത് അധികാര വിഭവ പങ്കാളിത്തത്തിൻ്റെ ശരിയായ സ്ഥിതിവിവര കണക്കുകൾ പുറത്തു വരുന്ന രീതിയിലുള്ള ജാതി സെൻസസ് പോലെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ മുന്നണികളുടെ നിലപാടുകൾ എന്താണ്, അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്താണ്, അതൊക്കെ വിലയിരുത്തിയിട്ടാവും നിലപാട് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ അനുകൂല നിലപാടായിരിക്കില്ല അല്ലേ? അപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അത് മുന്നണികളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയും ഒക്കെ പരിശോധിച്ചതിന് ശേഷം സാമൂഹ്യ നീതി ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടായിരിക്കും KPMS സ്വീകരിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിട്ടുണ്ട് എന്നതാണ് KPMSൻ്റെ ഒരു നിലപാട്. വീഡിയോ ജേർണലിസ്റ്റ് വിജീഷ് കുമാർ CP-ക്കൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.